രണ്ടാമത്തെ കാര്യം ജുഫാത്തുകളുണ്ട്. റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലാണ്. അവിടത്തേക്ക് വില കുറച്ച് കളയുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ സാധാരണ മനുഷ്യന്മാരുടെ വാക്കുകളെ പോലെ കാണുക എന്ന് വെച്ചാൽ അതിനൊരു പഠനമൊക്കെ നടത്തി തള്ളാനും കൊള്ളാനും ഒക്കെ ഉള്ള വാക്കുകളായി മനസ്സിലാക്കി നമ്മുടെ ബുദ്ധിക്ക് അതങ്ങനെ മനസ്സിലായി, സാഹചര്യം, ശാസ്ത്രം ഇതെല്ലാം പരിഗണിച്ച് അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക, അല്ലെങ്കിൽ കാലത്തിന് യോജിക്കുകയില്ല എന്ന അഭിപ്രായം പറഞ്ഞ് ബഹുമാനപൂർവ്വം മാറ്റിവെക്കാം എന്നൊക്കെ പറയുക, അല്ലെ? സഹീഹ് ബുഖാരിയിലുള്ള ഹദീസുകൾ, ബുഖാരി ഇമാമിന്റെ വാക്കിനാണ് അവരങ്ങനെ പറഞ്ഞത്. ആ ഹദീസ് നമുക്ക് മാറ്റിവെച്ചേക്കാം, മുസ്ലിമിലെ ഹദീസ് മാറ്റിവെച്ചേക്കാം. അത് ബഹുമാനപൂർവ്വം ആർക്കുമാണ് ഇവിടെ ബഹുമാനം? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മാറ്റിവെച്ചിട്ടും പറഞ്ഞാൽ ബഹുമാനപൂർവ്വം അത് മാറ്റിവെക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അതിനോടുള്ള ആദരവ്, അത് സ്വഹീഹാണെന്ന് അതിന്റെ പരമ്പര ഉറച്ചു കഴിഞ്ഞാൽ അത് സമിഅനാ വഅതഅനാ, കേട്ടിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ട് മനസ്സിലാക്കി കാലത്തിനൊത്ത് യോജിച്ച കാര്യമായി എന്നൊക്കെ സർട്ടിഫൈഡ് ആയാൽ വിശ്വസിച്ചാൽ നീ നിന്റെ മുഹമ്മദ് റസൂലുള്ളാഹി